ഹായ് എവരിവൺ, ഇന്ന് നമുക്ക് റവയും മുട്ടയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കിയാലോ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസേ ആവശ്യമായിട്ടുള്ളൂ, എന്നാൽ വളരെയധികം ടേസ്റ്റിയാണ്. കറികളൊന്നും ഇല്ലെങ്കിൽ പോലും വളരെയധികം ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പോളം റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് റവയ്ക്ക് ഏകദേശം ഒരു 7 ദോശയോളം ചുട്ടെടുക്കാൻ കഴിയും. 2 കപ്പ് റവയ്ക്ക് ഒരു 2.5 കപ്പോളം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുതിർത്ത് വെക്കണം. ഏകദേശം ഒരു 5 മിനിറ്റോളമൊക്കെ കുതിർത്ത് വെച്ചാൽ മതിയാവും. ഇത് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുമ്പോൾ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വെള്ളം ചേർത്ത് ഒരു 5 മിനിറ്റോളം കുതിർത്ത് വയ്ക്കുന്നത്. ഇതുപോലെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഈവനിങ് സ്നാക്സിൻ്റെയും ഒക്കെ റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കൃത്യമായി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. 5 മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ റവ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പിടി മല്ലിയിലയും അതുപോലെ തന്നെ ഒരു പിടി ക്യാരറ്റുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒരു പിടി കറിവേപ്പിലയും ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താലും നല്ല ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. മല്ലിയിലയും ക്യാരറ്റും ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ബാറ്ററിനും ആ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ദോശയൊക്കെ തയ്യാറാക്കാനായിട്ട് എടുക്കുന്ന ആ ഒരു മാവിനേക്കാളും അല്പവും കൂടെ ലൂസായിട്ടുള്ള ഒരു രീതിയിലാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു ബാറ്റർ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുളിപ്പിക്കാനൊന്നും വെക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. ഇത് തയ്യാറാക്കിയ ഉടൻ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇതിലേക്ക് ബേക്കിംഗ് സോഡയൊന്നും ചേർക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. ഉപ്പിൻ്റെ പാകം നോക്കി മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഓരോ തവി മാവായിട്ട് കോരി ഒഴിച്ച് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു തവി മാവ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കാം. പാനിലേക്ക് മാവ് ഒഴിക്കുന്ന സമയം ഫ്ലെയിം ഒന്ന് ഹൈയിലേക്ക് വെച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റാം. പെട്ടെന്ന് ഇതുപോലെ ഹോൾസൊക്കെ വന്ന് മുകൾ ഭാഗം ഒന്ന് വെന്ത് വരും. അപ്പോഴേക്കും നമുക്കിതിലേക്ക് എണ്ണയോ നെയ്യോ അത് നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓപ്ഷണലാണേ. ഞാനിതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. തിരിച്ചിട്ട ശേഷം ആവി വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതങ്ങ് എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. ഇതിനൊരു ഗ്രീൻ കളർ വന്നിട്ടുള്ളത് മല്ലിയില കൂടുതലായിട്ട് ചേർത്തിട്ടുള്ളത് കൊണ്ടാണ്. നമുക്ക് ഈ ഒരു കളർ വേണ്ടാന്നുണ്ടെങ്കിൽ മല്ലിയിലയുടെ അളവ് കുറയ്ക്കാം. മല്ലിയില കൂടുതലായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ മല്ലിയില കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഈ ബാറ്റർ എല്ലാം തന്നെ നമുക്ക് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. ഈ ദോശ ചുട്ടെടുക്കുമ്പോൾ ഫ്ലെയിം കൂട്ടിയും കുറച്ചും വെച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പാനിലേക്ക് മാവ് ഒഴിക്കുന്ന സമയം ഫ്ലെയിം കൂട്ടി വയ്ക്കാനും അതിലേക്ക് ഹോൾസ് വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റി വയ്ക്കാനും മറക്കല്ലേ. എല്ലാം തന്നെ ഞാനിവിടെ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. സിമ്പിളായിട്ടുള്ള ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യാനും ശ്രമിക്കണേ. അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.